അതെ, ഡെൻറ്റിസ്റ്റിനെ കാണാൻ വേണ്ടി പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉള്ളത്. സാധാരണ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓടി വരുന്നത് വേദന വരുമ്പോഴാണ്. വേദന എന്ന് പറഞ്ഞാൽ ജീവൻ പോണ വേദന. രാത്രി 2 മണി, വൈകുന്നേരം ആകുമ്പോൾ തുടങ്ങുമ്പോൾ രാത്രി 2 മണിയാകുമ്പോഴേക്കൊക്കെ അടിപൊളി വേദന. ഈ ഒരു വേദന വരുമ്പോൾ ഡോക്ടറെ കാണാൻ ഓടും. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുടെ അകത്ത് എന്തെങ്കിലും അസ്വസ്ഥത, വേദനയാവാം, ചിലപ്പോൾ ഫുഡ് കയറുന്നതാവാം, പലതരത്തിലുള്ള അസ്വസ്ഥതയുള്ളവരും പോവും. 2 കാര്യമായി. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരുടെ മനസ്സിൽ എന്താണ് ഒരു പ്രശ്നം എന്നറിയില്ല, പക്ഷെ അവർ തുറന്നു പറയത്തില്ല. എന്നാൽ അവർക്ക് അവരുടെ മാനസികമായിട്ട് എൻ്റെ പല്ലിത്തിരി പൊങ്ങിയതാണ്, എൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഇത്തിരി ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പല്ലിൽ ഇത്തിരി കറയുണ്ട്. അപ്പോൾ ഒരു എസ്തറ്റിക്, ഒരു സൗന്ദര്യ ബോധം അല്ലെങ്കിൽ സൗന്ദര്യ പ്രശ്നമായിട്ട് കാണുന്ന, അതിനൊരു മനസ്സിലെ പ്രശ്നമായിട്ട് കാണുന്ന കുറച്ച് പേരാണ് വീണ്ടും ഡോക്ടറെ കാണാൻ പോകുന്നത്. ഇതൊന്നുമില്ലാതെ ഒരു കൂട്ടരുണ്ട്, അവരാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് ഡോക്ടറുടെ അടുത്ത് പോകണവർ, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകണവർ. അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോകണവരാണ്. പേഷ്യൻ്റെ കൂടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോകണവർക്ക് ഭയങ്കര റിലാക്സേഷനാണ്. പക്ഷേ അതേസമയം പേഷ്യൻറ്റിൻ്റെ കൂടെ പോയി കാശ് കൊടുക്കേണ്ട ആളാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. ഇതെന്താണ്, എത്ര രൂപയാണ്, ഒരു അൺനോൺ ഫിയർ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ, ഇതിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ടൈപ്പ് ആൾക്കാരുണ്ടോ ഡെൻറ്റിസ്റ്റിനെ സ്ഥിരമായിട്ട് കാണാൻ പോകണവർ? അതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.